വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നൊക്കെ വലിയ ദുരന്തങ്ങളാകാറാണ് പതിവ്. നമ്മുടെ രാജ്യം തന്നെ നിരവധി വിമാന ദുരന്തങ്ങൾക്ക് അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ മുന്നിലുള്ള ചിത്രം എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ നടന്ന വലിയ വിമാന ദുരന്തമാണ്. അപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ വിമാനയാത്രകളിൽ നമുക്കറിയാം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ വിമാന അപകടം നടക്കുന്നത് ഏറെയും ഈ വിമാനം പറന്നുയരുന്ന ഘട്ടത്തിലും ഒപ്പം പറന്നിറങ്ങുന്ന ഘട്ടത്തിലുമാണ്. അപ്പോൾ വിമാനയാത്രയുടെ ഏത് ഘട്ടത്തിലാണ് അപകട സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, 6 ഘട്ടങ്ങളാണ് ഒരു വിമാനയാത്രയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പിഴവുകളാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് അതൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമാനയാത്രയുടെ 6 ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ടാക്സിയിങ്, ആദ്യ ഘട്ടമായിട്ടുള്ള ടാക്സിയിങ്, അതായത് ഈ ടേക്ക് ഓഫിനായിട്ട് റൺവേയിലേക്ക് യാത്രക്കാരെ കയറ്റിയ ശേഷം വിമാനം ഓടിച്ചെത്തുന്ന ഘട്ടമാണ് നമ്മൾ കാണുന്ന ആദ്യ ഘട്ടമായിട്ടുള്ള ടാക്സിയിങ്. പിന്നെ റൺവേയിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പറന്നുയരാനുള്ള വേഗതയിലുള്ള ഒരു കുതിപ്പാണ്. ഇതാണ് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ഈ ടേക്ക് ഓഫിലൂടെ വിമാനം നിലത്ത് നിന്ന് പിന്നെ ഉയർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉയരത്തിലേക്ക് വിമാനത്തെ എത്തിക്കുന്ന മൂന്നാമത്തെ ഘട്ടം, അതാണ് ക്ലൈംബ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടം. ഈ ഘട്ടം കഴിയുമ്പോഴാണ് പിന്നെ സീറ്റ് ബെൽറ്റോ കഴിക്കാനുള്ള നിർദ്ദേശം സാധാരണ യാത്രക്കാർക്കൊക്കെ നൽകുന്നത്. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാണ് പിന്നെ, അതാണ് ഈ നാലാമത്തെ ഘട്ടമായിട്ടുള്ള ക്രൂയിസ്. അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വിമാനം വരണം, അതാണ് ലാൻഡിങ്ങിനായിട്ടുള്ള ഡിസെൻഡിങ് എന്ന് പറയുന്ന 5ാമത്തെ ഘട്ടം. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള അനുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിശ്ചയിച്ച റൺവേയിലേക്ക് ഇറങ്ങുന്ന ലാൻഡിംഗ് ആണ് പിന്നെ നടക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടം. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ ലാൻഡിങ്ങിന് ശേഷം വീണ്ടും ടാക്സിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിമാന അപകടങ്ങളിൽ ഈ ഓരോ ഘട്ടത്തിലും ഏതാണ് കൂടുതൽ വിമാന അപകടങ്ങളിലേക്ക് വഴി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, ആദ്യ ഘട്ടമായിട്ടുള്ള ടാക്സിയിങ്ങിൽ 9% അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ടേക്ക് ഓഫ്, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ടേക്ക് ഓഫിലാണ് ഏറ്റവും കൂടുതൽ വിമാന അപകടങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. 92% വിമാന ദുരന്തങ്ങൾ നടന്നിരിക്കുന്നത് ഈ ടേക്ക് ഓഫിന്റെ ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ഘട്ടം, അതായത് വിമാന ടേക്ക് ഓഫിന് ശേഷം ഉയർന്നു പറക്കുന്ന സമയത്ത് 9% അപകടങ്ങളും നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പറക്കലിനിടെയുള്ള ഘട്ടത്തിൽ 9% അപകടങ്ങൾക്ക് സാധ്യതയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിനായിട്ട് താഴുന്ന ഘട്ടത്തിൽ ഇതാ നോക്കൂ, 3% അപകട സാധ്യത ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിന് സമയത്ത് വീണ്ടും അപകട സാധ്യത ഏറുന്ന മറ്റൊരു ഘട്ടമാണ്. 46% ഈ ലാൻഡിങ്ങിന്റെ സമയത്ത് അപകട സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ചിത്രം. ഇനി അടുത്ത നോക്കൂ, വിമാനത്തിന്റെ ഈ അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 69.1% അപകടങ്ങൾക്ക് നയിക്കുന്നത് പൈലറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവാണ് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മെക്കാനിക്കൽ പിഴവ് മൂലം 17.2% അപകടങ്ങളും മെക്കാനിക്കൽ പിഴവ് മൂലം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കാലാവസ്ഥയും മറ്റു കാരണങ്ങളൊക്കെ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥ കൂടി ഈ വിമാന ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മറ്റു കാരണങ്ങളും കാലാവസ്ഥ കൂടി പരിശോധിക്കുമ്പോൾ അത് 13.7% വരും. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ റൺവേയിൽ ഉണ്ടാകുന്ന അപകടം, ഒപ്പം പക്ഷിയുമായി ഈ പറക്കലിനിടെ കൂട്ടിയിടിക്കുന്നത്, അട്ടിമറി, ഇതൊക്കെ ഈ വിമാന ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുന്ന, ഒരുപാട് ആൾനാശം ഉണ്ടാക്കുന്ന വിമാന അപകടങ്ങളിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഏറ്റവും കൂട്ടിച്ചേർത്ത് വെക്കേണ്ട ഒരു ദുരന്തമായി മാറുകയാണ് അഹമ്മദാബാദിലെ ദുരന്തം.